മിനിസ്റ്ററിൻ്റെ എം പി രാജേഷ് മിനിസ്റ്ററിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. മറ്റേ അഗ്രസീവ് ഡോഗ്സിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫീഡ് ചെയ്യുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മർദ്ദനാണ്. ഇപ്പൊ നമ്മളുടെ എല്ലാ വോളണ്ടിയേഴ്സും ഫീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സ്വന്തം ചേർന്ന് വന്ന് നഞ്ചക്ക് കൊണ്ട് ഇടിക്കുക. സർജറി നിങ്ങൾക്കെതിരാണ് AC ചോദിച്ചു. എന്തുകൊണ്ടാണ് അപ്പൊ നമ്മളെന്താണ് ഈ വെറ്റിനറീസിനെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ്? അവർ ഡോക്ടേഴ്സ് അല്ലേ? ഇപ്പൊ എല്ലാ ബൈക്സും സ്ട്രേ ഡോഗിന്റെ ഹെഡിലാണ് എഴുതി പോകുന്നത്. എവറി സാറ്റർഡേ ആൻഡ് സൺഡേ മഴ ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ട്. We are members of സമസൃഷ്ടി. സമസൃഷ്ടി എന്ന് പറയുന്നത് ഒരു ഓൾ കേരള ഫെഡറേഷൻ ഓഫ് ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻസ് ആണ്. ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്, പ്രീതി ശ്രീവത്സൻ. പിന്നെ ഇവിടെ നിന്ന് വന്നിട്ടുള്ളത് PFA ട്രിവാൻഡ്രത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, ലത ഇന്ദിര ആൻഡ് ശ്രീദേവി കർത്ത. പിന്നെ വിവേക് വിശ്വനാഥൻ representing WEFA, Thrissur based organization. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡ് മെമ്പർ മറിയ ജേക്കബ്. ഇത്രയും പേരാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. മിനിസ്റ്ററിൻ്റെ എം പി രാജേഷ് മിനിസ്റ്ററിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, മറ്റേ അഗ്രസീവ് ഡോഗ്സിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇനി പ്രസ് കോൺഫറൻസ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ABC റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആക്ച്വലി. സോ ABC റൂൾ 2001 മുതലേ ഇവിടെ നിലവിലുള്ളതാണ് ഇന്ത്യയിൽ. സോ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും സക്സസ്ഫുള്ളി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ ഒരു 80% ഡോഗ്സിനെ അവർ വന്ധ്യീകരിച്ച് കഴിഞ്ഞു. വാക്സിനേഷൻ നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഈ ഒരു വന്ധ്യീകരണവും വാക്സിനേഷനും പ്രോപ്പറായിട്ട് നടക്കാത്തത് എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് റീസൺ. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ ഡോഗ്സ് അഗ്രസീവ് ആവുന്നതും ഈ റാബീസ് കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ABC റൂൾ 2001 ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം കേരളത്തിൽ ഒരു 2016 ശേഷമൊക്കെയാണ് ABC ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ ഇവിടെ ഡോഗ്സിനെ എല്ലാം റാൻഡംലി ക്യാച്ച് ചെയ്ത് കൊല്ലുകയായിരുന്നു. അപ്പോൾ അതൊരു സൊല്യൂഷൻ അല്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് 2001 ABC റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത് തന്നെ. അപ്പോൾ ഈ 2001 ഇംപ്ലിമെൻറ്റ് ചെയ്ത റൂള് 2025 ആയിട്ടും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കേസിൻ്റെ റൂട്ട് കോസ്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പകരം ആ റൂളിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള ബാരിയേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അത് നടക്കില്ല, വേറെ എന്തെങ്കിലും മാർഗങ്ങളിലൂടെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളതാണ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ തീരുമാനവും. അതുപോലെ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ആണെങ്കിലും എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള റൂള് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ അതിലുള്ള പോരായ്മകൾ എന്ന് ചൂണ്ടിക്കാട്ടുന്നത് 2000 ABC ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് റൂളിലുണ്ട്. അപ്പോൾ കേരളം അപ്രോച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് 500 ആയി കുറച്ചു എന്നുള്ളതാണ് നമ്മളുടെ അറിവ്. പക്ഷേ മിനിസ്റ്റർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇളവ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടെ 5 years അതെ അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ആണ് അതിലുള്ള ഒരു പോരായ്മ അവർ പറയുന്നത്. പിന്നെ ജനങ്ങളുടെ പിന്തുണ ഇല്ല എന്ന് പറയുന്നു. ഇപ്പം ഞങ്ങൾ ഈ ഓർഗനൈസേഷൻസിന് എല്ലാവർക്കും തന്നെ ഒരു ആനിമൽ ഷെൽട്ടർ സ്വന്തമായിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഷെൽട്ടറിലാണെങ്കിൽ 160 ഡോഗ്സ് ഉണ്ട്. PFAയുടെ ഷെൽട്ടറിലാണെങ്കിൽ 250 ഡോഗ്സും 50 കാറ്റ്സും പശുക്കളും എല്ലാതും ഉണ്ട്. അപ്പം ഞങ്ങളും ഷെൽട്ടർ റൺ ചെയ്യുന്നത് കേരളത്തിൽ തന്നെയാണ്. അതിൽ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു എതിർപ്പും അതുപോലെ അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു എതിർപ്പും അവരുടെ പ്രശ്നങ്ങളും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഷെൽട്ടറെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിനൊരു NOC വേണം എന്നുള്ളത് മാത്രമാണ് സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സഹായം. ആ NOC പോലും നിഷേധിച്ചുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ ഷെൽട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ NOC അവർ ഗ്രാൻഡ് ചെയ്തത് വിഡ്രോ ചെയ്തു ഒരു സ്ഥലത്ത്. അവിടെ അതൊരു ജനവാസ മേഖലയുടെ കുറച്ചടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അതിനെ ഒരു വനപ്രദേശത്തിനോടടുത്ത് മാറ്റി ആ ഷെൽട്ടറിനെ. എന്നിട്ടും NOC നിഷേധിക്കുകയാണ് ചെയ്തത്. വന്യജീവികൾക്ക് പ്രശ്നം ഉണ്ടാകും എന്നുള്ള ഒരു കാരണം കാണിച്ച് NOC നിഷേധിച്ച് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ടാണ് പിന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഷെൽട്ടറുകൾ ഉപയോഗപ്പെടുത്താതെ അതെല്ലാം ഏതൊക്കെ രീതിയിൽ ആളുകളെ സംഘം ചേർത്തുകൊണ്ട് അവിടെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നത് എല്ലാം ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ജനപ്രതിനിധികളുടെ പ്രശ്നമാണ്. ജനപ്രതിനിധികളാണ് ആളുകൾ ഇങ്ങനെ എതിരാവാനായിട്ടുള്ള കാരണം.
ഇപ്പം ഞങ്ങൾ വേറെ പല പഞ്ചായത്തുകളിലും ഇതിൻ്റെ ഭാഗമായിട്ട് ഷെൽട്ടറിൻ്റെ സ്ഥലമായിട്ടാണെങ്കിലും വാക്സിനേഷൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവരെല്ലാം പറയുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഷെൽട്ടർ വേണ്ട, ഞങ്ങളുടെ പഞ്ചായത്തിൽ ABC ചെയ്യേണ്ട, ഞങ്ങൾ വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്, അത് മതി. ആ വാക്സിനേഷൻ തന്നെ എല്ലാവരും ശരിക്കും ചെയ്യുന്നില്ല. ഒരു വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 5-10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പഞ്ചായത്തിലെ ഡോഗ്സിനെ മുഴുവൻ കിട്ടില്ല. ഒരു പഞ്ചായത്തിൽ മിനിമം ഒരു 200-250 ഡോഗ്സ് ഉണ്ടെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യണമെങ്കിൽ തന്നെ 1-2 മാസം അതിൻ്റെ പിന്നാലെ നടന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷനുകളെ ഹെൽപ്പ് ഒന്നും എടുക്കാതെ അവർ റാൻഡംലി എവിടെന്നെങ്കിലും കുറച്ച് ഡോഗ് ക്യാച്ചേഴ്സിനെ കൊണ്ടുവന്ന് റാൻഡമായി റോഡുകളിലൂടെ പോകുമ്പോൾ സൈലന്റായി കിടക്കുന്ന പാവം ഡോഗ്സിനെ മാത്രമാണ് ഇവർക്ക് വന്ധ്യീകരണം ചെയ്യാനും വാക്സിനേറ്റ് ചെയ്യാനും കിട്ടുന്നത്. ബാക്കിയുള്ള ഡോഗ്സ് എല്ലാം അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിനെ പിടിക്കാനായിട്ടോ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം ഇവരുടെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് ഈ അഗ്രസീവ് എന്ന് പറയപ്പെടുന്ന ഡോഗ്സിനെ ഇവർക്ക് വാക്സിനേറ്റ് ചെയ്യാനോ വന്ധീകരിക്കാനോ കിട്ടുന്നില്ല. അവരങ്ങനെ ഫെറൽ ഡോഗ്സ് ആയിട്ട് നടക്കുകയാണ്. അപ്പൊ അതിനൊന്ന് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്ന് ഫ്രണ്ട്ലി ആക്കാനോ ആയിട്ടുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. എങ്ങനെയാണ് ഡോഗ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ്. അപ്പൊ ഈ ABC റൂൾ പ്രകാരം ഫീഡിംഗ് പോയിന്റ്സ് ഓരോ ജനവാസ മേഖലയിൽ നിന്ന് കുറച്ച് മാറി അതിന് ഫീസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഫീഡിംഗ് ലൊക്കേഷൻസ് വേണമെന്നുണ്ട്. ആ ഫീഡിംഗ് ലൊക്കേഷൻസിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ആഴ്ച ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോഗ്സ് എല്ലാം അവിടേക്ക് ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വരും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പോകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോഗ്സിനെ ഐഡന്റിഫൈ ചെയ്ത് ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ അവരെ വന്ധ്യീകരണം ചെയ്യാനും വാക്സിനേഷൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഫീഡ് ചെയ്യുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മർദ്ദനാണ്. ഇപ്പോൾ നമ്മളുടെ എല്ലാ വോളണ്ടിയേഴ്സും ഫീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സംഘം ചേർന്ന് വന്ന് നഞ്ചക്ക് കൊണ്ട് ഇടിക്കുക, അതുപോലെ പല രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഉണ്ടാവുന്നത്. ഫീഡ് ചെയ്യുന്നതിനെ വേസ്റ്റ് ഡിസ്പോസലായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഇപ്പോൾ ഇറച്ചി വേവിച്ച് ചോറിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനെ അറവ് മാലിന്യം നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് FIR ഇടുക, അതുപോലെ തന്നെ 25,000 രൂപ ഫൈൻ, 10,000 രൂപ ഫൈൻ, അങ്ങനെ പല രീതിയിലുള്ള ടോർച്ചറുകളാണ് ആനിമൽ വെൽഫെയർ ആക്ടിവിസ്റ്റുകളാണെങ്കിലും ഫീഡേഴ്സ് ആണെങ്കിലും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്രതികളെ കാണുന്ന പോലെ കാണാതെ നമ്മളെ കൊണ്ട് മാത്രമേ, ആനിമൽ വെൽഫെയർ വർക്കേഴ്സിനെ കൊണ്ട് മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. എല്ലാ സംസ്ഥാനങ്ങളിലാണെങ്കിലും ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻസിന്റെ അണ്ടറിലാണ് ഈ ABC സെന്റേഴ്സ് എല്ലാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സ്റ്റേറ്റ് തന്നെയല്ല. സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള എക്സ്പെർട്ടൈസ് സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറിയുടെ ആളുകൾക്കോ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് കുറച്ചും കൂടെ സ്റ്റേറ്റിനെ സഹായിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ സഹായം എടുക്കാതെ നമ്മളെപ്പോലുള്ള ആളുകൾ AC കാറുകളിൽ സഞ്ചരിച്ചുകൊണ്ട് തെരുവ് നായ സ്നേഹം പറയുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ എല്ലാവരും ഫീൽഡിൽ ഇറങ്ങി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഫീൽഡിൽ തന്നെയാണ് നായകളെ നോക്കുന്നത്. ഞങ്ങൾ ഫീൽഡിൽ തന്നെയാണ് നായകളെ റെസ്ക്യൂ ചെയ്ത് ഞങ്ങളുടെ ഷെൽട്ടറിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത്. എല്ലാ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രസ്താവന തന്നെ ശരിയല്ല. മെയിനായിട്ട് നമ്മൾ പലപ്പോഴും ഈ ABC റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവായിട്ട് ഉയരുന്ന ഒരു ചോദ്യം, ഇപ്പം ഇന്നലെ മന്ത്രിയും ചോദിച്ചു, ABC ചെയ്താൽ കടി കുറയുമോ? ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ പരിഹാസ്യമാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത് തന്നെ. കാര്യം എന്താണ് ABC എന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. വൺ ഓഫ് ദ മെയിൻ റീസൺ അത് എന്തുകൊണ്ട് എന്താണ് ABC എന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളത് തന്നെ എൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് മന്ത്രി പറയുന്നത്. ABC സർജറി ചെയ്യുന്ന മുറിയിൽ AC വേണം എന്നുള്ളതാണ് അപ്രായോഗികമായി അദ്ദേഹം കണ്ടിരിക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ഐറ്റം. ആദ്യം അദ്ദേഹം പറയുന്ന അതാണ്, ഈ സർജറി ചെയ്യുന്ന മുറിയിൽ AC വേണം. ഈ സർജറി ചെയ്യുന്ന മുറിയിൽ AC വേണം എന്നുള്ളത് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഈ ചെറിയൊരു ചിരിയോടെയാണ് പറയുന്നത്. ബിക്കോസ് അദ്ദേഹത്തിന്റെ വിചാരം AC മുറി പട്ടിക്കാണെന്നാണ്. പട്ടിക്കല്ല AC മുറി. ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് ഒരു ദിവസം 20ഓളം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റും. ന്യൂട്രിൻ, സ്പെയിൻ ഉൾപ്പെടെ ഒരു 20ഓളം. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. എനിക്ക് എന്താണ് ചെയ്യുന്നത്? ഗർഭാശയം എടുത്തു മാറ്റുകയാണ്, ടെസ്റ്റിക്കിൾസ് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ്. അതിന് ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു സ്ഥലം വേണം. ഒരു ദിവസം 20ഓളം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ട് മാത്രമേ സർജറി ചെയ്യാൻ പറ്റൂ. നമ്മൾ ആരെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റ് ഹിസ്റ്ററോക്ടമി ചെയ്യുന്ന ഒരു ഡോക്ടറോട് പറയുമോ, നിങ്ങൾക്ക് എന്തിനാണ് സർജറി റൂം, നിങ്ങൾക്ക് എന്തിനാണ് AC എന്ന് ചോദിക്കുമോ? എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ എന്താണ് ഈ വെറ്റിനറിയൻസിനെ 2ാം തരം പൗരന്മാരായിട്ടാണോ കാണുന്നത്? അവർ ഡോക്ടേഴ്സ് അല്ലേ? അവർ വലിയ സർവീസ് അല്ലേ ചെയ്യുന്നത്? അവർ എന്താണ് ഈ അസുഖം എന്ന് പറയാൻ വയ്യാത്ത ഒരു ജീവിയുടെ അസുഖം ഊഹിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. കുറച്ചുകൂടി സാധാരണ മനുഷ്യരുടെ ഡോക്ടേഴ്സിനെക്കാളും കുറച്ചുകൂടി എക്സ്പെർട്ടീസ് കൂടുതൽ വേണ്ട ആൾക്കാരാണ്. അപ്പം ആദ്യം മന്ത്രി മനസ്സിലാക്കേണ്ടത് ഇത് പട്ടിക്കല്ല AC മുറി, ഇതൊരു സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഈ ലോകത്ത് എല്ലായിടത്തും ഒരു സർജറി സ്പേസിന് ഒരു AC ഉണ്ടായിരിക്കും. അപ്പം അതൊരു അപ്രായോഗികതയായിട്ട് പറയാൻ പാടില്ല.
രണ്ടാമത്തെ കാര്യം പുള്ളി പറയുന്ന പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടേഴ്സ് വേണം, 7 വർഷം പരിചയസമ്പന്നരായ ഡോക്ടേഴ്സ് വേണം. 2001 ഇന്ത്യയിൽ വിവേക് പറഞ്ഞ പോലെ ABC ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ 2025 24 വർഷം ആയിട്ട് ഇന്ത്യയിൽ ABC നടത്തണം എന്നാണ്. ഇപ്പൊ 24 വർഷമായിട്ട് നമുക്കൊരു 7 വർഷം പ്രാക്ടീസുള്ള ഒരു ഡോക്ടറെ കിട്ടില്ലേ കേരളത്തിൽ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കേരളത്തിൽ ABC പ്രിവലന്റ് അല്ല, ABC ചെയ്തിട്ടില്ല, എക്സ്പെർട്ടീസ് ഇല്ല, ഉള്ള ഡോക്ടേഴ്സ് ഇല്ല എന്നാ മന്ത്രി പറഞ്ഞു. ഞങ്ങളുടെ എല്ലാം ഷെൽട്ടേഴ്സിൽ ABC ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് സർജൻസിനെ കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ABC തന്നെ ചെയ്ത് ശീലിച്ചിട്ടുള്ള ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിനെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ ഷെൽട്ടറിലെ ഡോക്ടർ. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഈ നായയെ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞ് പിടിച്ചെടുത്ത് കൊണ്ടുവിടണം എന്ന് പറയുന്നത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമാണ്. ഒരു നായ അത് പരിചയിച്ചിരിക്കുന്ന ഒരു ഇടമുണ്ട്, അവിടെ അതിന് എവിടെ ഭക്ഷണം കിട്ടും, എവിടെ വെള്ളം കിട്ടും, എവിടെ പോയി കിടന്ന സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും എന്ന് തിരിച്ചറിയുന്ന ഒരു നായയെ അവിടെ തന്നെയാണ് ഒരു സർജറി ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി കഴിഞ്ഞാൽ കൊണ്ടുവിടേണ്ടത്, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, ഒരു കാട്ടിന് നടുവിലല്ല. ബിജു പ്രഭാകരൻ എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥൻ പറയുന്നു പുലിക്ക് കൊടുക്കണം എന്ന് നായെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യം ഇദ്ദേഹം SSLC എങ്കിലും പാസ്സായിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് IAS ഉദ്യോഗസ്ഥനാണ്. അത് വേറൊരു കാര്യം, 2017 ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 2017 ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ പന്തല് കെട്ടി ഒരു സമ്മേളനം നടന്നു. അന്ന് മെഡിക്കൽ കോർപ്പറേഷന്റെ ഡയറക്ടർ ആയിരുന്നു മിസ്റ്റർ ബിജു പ്രഭാകരൻ. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ പോലുള്ള പ്രവർത്തകരെല്ലാം വാക്സിൻ ലോബിയുടെ ഭാഗമായിട്ട് വാക്സിൻ ലോബിയിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്തുകൊണ്ട് തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണം എന്ന് പറയുന്നു, അത് വാക്സിൻ ലോബി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, ഞങ്ങൾ കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, മെഡിക്കൽ കോർപ്പറേഷന്റെ ഡയറക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എവിഡൻസ് കാണുമല്ലോ. അന്ന് ഞങ്ങൾ 2017 ചലഞ്ച് ചെയ്തതാണ്, എന്തെങ്കിലും ഒരു കടലാസ് കഷ്ണമെങ്കിലും സാർ ഒന്ന് കാണിക്കും, ഞങ്ങളുടെ ആരുടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനമോ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാശ് കൈപ്പറ്റിയിട്ടാണോ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള തെളിവ് ഉള്ളത് കൊണ്ടാണല്ലോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ IAS ഉദ്യോഗസ്ഥൻ നിന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാത്തത്? ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിലെങ്കിലും ഒരു പരാതി എഴുതി കൊടുത്തിട്ടില്ല. വീണ്ടും അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്യുകയാണ് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് പുലിക്ക് കൊടുക്കണം എന്നാണ്. ഇതൊരു ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പാനിയൻ ആനിമൽ ആണ്. നമ്മുടെ കൂടെ നമ്മൾ ഗുഹാമനുഷ്യരായിരുന്നു 25 ലക്ഷം വർഷം മുൻപ്. നമ്മൾ ഗുഹയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈ അർബൻ ലാൻഡ്സ്കേപ്പിലേക്ക് കൃഷിക്കാരായിട്ടും പിന്നീട് നാഗരികരായിട്ടും മാറിയപ്പോൾ നമ്മുടെ കൂടെ വരാൻ മാത്രം വിഡിത്തം കാണിച്ചൊരു ജീവിയാണ് ഈ നായ. നമ്മൾ ഇന്ന് ചുറ്റുപാടും കാണുന്നത് മണ്ടൻ ജീവിയാണ്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ വിശ്വസിക്കുമോ? ഇപ്പം നമ്മൾ പറയുന്ന അവരെ കൊല്ലണം എന്നാണ്. ഈ പാവം പിടിച്ച ജീവികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും നമ്മൾ കൊടുക്കുന്ന വെള്ളവുമേ ഉള്ളൂ. അവരാരും ഫെറൽ ഡോഗ്സ് അല്ല. ഈ ഫെറൽ എന്ന് പറയുന്നത് ഇവരൊക്കെ ഫെറൽ ആണെന്നാണ്. എന്താണ് ഫെറൽ എന്നറിയോ? ഫെറൽ എന്ന് പറയുന്ന ഒരു ആനിമലിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അർബൻ ലാൻഡ്സ്കേപ്പിൽ ഒരാളും കാണാത്തൊരു ജീവിയാണ് ഫെറൽ. ബിക്കോസ് ഫെറൽ എന്നത് കാട്ടു നായയാണ്. അത് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരിടത്തും പ്രത്യക്ഷപ്പെടില്ല. അതൊരു ഹണ്ട് ഇൻ പാക്സ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് നായ്ക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ ആരും ഇന്ന് ഇവിടെ ഇരിക്കൂല. അവർ ഈക്വലി ഫെറോഷ്യസ്, ലൈക്ക് ഒരു കടുവയെ പോലെയോ പുലിയോ പോലെയോ ഫെറോഷ്യസ് ആണ്. അർബൻ ലാൻഡ്സ്കേപ്പിൽ ഫെറൽ ഇല്ല. കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാണുന്ന നായ്ക്കൾ ഉള്ളത് കൊണ്ടാണ് ഫെറൽസ് വരാത്തത്. ഈ കൂട്ടമായിട്ടുള്ള നമ്മുടെ നാടൻ നായ്ക്കളുള്ള സ്ഥലത്ത് കാട്ടിനകത്തുള്ള കാട്ടു നായ്ക്കള് തടസ്സപ്പെടുത്തും. ഇവരുടെ ടെറിട്ടറി ഇവര് ഡിഫെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇത്രയെങ്കിലും സമാധാനത്തിൽ ജീവിക്കുന്നത്. ഫെറൽസ് ഇറങ്ങുമ്പോൾ നോക്കാം, അവർ ഫെറൽസിനെ നമുക്ക് വാക്സിനേറ്റ് ചെയ്യാനോ അവരെ പറ്റി സ്റ്റെറിലൈസ് ചെയ്യാനോ ഒന്നും നടക്കില്ല. പുലിയും കടുവയൊക്കെ പിടിച്ച് വാക്സിനേറ്റ് ചെയ്യാമെന്ന് പറയുന്ന പോലെ ഇരിക്കും അത്. നാലാമത്തെ കാര്യം വിവേക് പറഞ്ഞത് തന്നെയാണ്, ആനിമൽ ഷെൽട്ടേഴ്സിന് ആരും സ്പേസ് തരുന്നില്ല. ഞങ്ങളെല്ലാം PFA തന്നെ 25 വർഷമായിട്ട് ഒരു ആനിമൽ ഷെൽട്ടർ നടത്തുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ആനിമൽ ഷെൽട്ടറാണ്. ഞങ്ങൾ ഓരോരുത്തരും വർഷങ്ങളായിട്ട് പല പ്രദേശങ്ങളിൽ നമ്മൾ ഷെൽട്ടേഴ്സ് നടത്തുന്നുണ്ട്. സംഘടനകൾ അല്ലാതെ വ്യക്തികൾ നടത്തുന്നു. ഗവൺമെന്റിന് മാത്രം സ്പേസ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്താ അതിന്റെ അർത്ഥം? അവർക്ക് അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ ഒരു രോഗത്തിന് ചികിത്സയുണ്ട്. ഇപ്പൊ എനിക്കൊരു രോഗമുണ്ട്, ഞാൻ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞ രോഗമുണ്ട്, ആ രോഗത്തിനൊരു ചികിത്സയുണ്ട്. ഈ ഡോക്ടർ പറയാണ് ചികിത്സയ്ക്കൊന്നും വേണ്ട, കുറെ കാശാവും, അതിന് പകരം നിങ്ങളെ തട്ടിക്കളയും, അതായിരിക്കും ഈസി എന്ന് പറയുന്ന പോലെയാണ് ഇവർ പറയുന്നത്. ഇതൊന്നും ചെയ്യാൻ വയ്യ, ഇതൊക്കെ ഭയങ്കര അപ്രായോഗികമാണ്, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഏറ്റവും എളുപ്പം കൊല്ലുക എന്നുള്ളതാണ്. ഈ അപകടകാരികളായ നായ്ക്കളെ കൊല്ലുക. എന്താണ് ഈ അപകടകാരി? കഴിഞ്ഞ പ്രാവശ്യം സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ 2024 ഈ കഥയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് പോയി അപകടകാരികളായ നായ്ക്കളെ കൊല്ലാൻ അനുവദിക്കണം. സുപ്രീം കോടതി ചോദിച്ചത് എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ, എന്താണ് ഈ അപകടകാരി എന്ന് പറഞ്ഞാൽ? എന്നോട് അപകടകാരിയായി എനിക്ക് അപ്പിയർ ചെയ്യുന്ന ഒരു ഡോഗ് അടുത്ത 10 പേരോട് ഫ്രണ്ട്ലി ആയിരിക്കും.
അപകടകാരി ഒരു ആനിമൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ബിക്കോസ് ദർ ഇസ് നത്തിങ് കോൾഡ് എ ഹാബിച്വൽ കില്ലർ. അങ്ങനെ ഡെഫമേറ്ററി ടേംസ് ഉപയോഗിക്കരുത് എന്നുള്ളത് ഒരു നിയമമാണ്. പക്ഷെ നമ്മുടെ മാധ്യമം, ഇവിടെ നിങ്ങളെല്ലാം മാധ്യമ സുഹൃത്തുക്കളാണ്, നിങ്ങൾ എല്ലാവരും തന്നെ നായ്ക്കളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അത്യന്തം ഡിഫമേറ്ററി ആയിട്ടാണ് ഉപയോഗിക്കുന്നത് വാക്കുകൾ. നായ്ക്കലി, എന്താണ്, കാട്ടിൽ നിന്നിറങ്ങുന്ന ഭീതി, അങ്ങനെയൊക്കെ വെച്ചാൽ പാനിക് ക്രിയേറ്റ് ചെയ്യാണ് മാധ്യമങ്ങൾ. പാനിക് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതല്ലേ അടിസ്ഥാനമായിട്ടുള്ള നിങ്ങളുടെ ഒരു ഇത് സമൂഹത്തിനിടയിൽ ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യാതിരിക്കണ്ടേ. അതിന് പകരം ഏറ്റവും എന്താ പറയുക, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വാക്കുകളെ കൊണ്ട് നിങ്ങൾ പ്രയോഗിക്കുന്നത്. ഈ അപകടകാരി എന്താണെന്നുള്ളത് സുപ്രീം കോടതി ചോദിച്ചിട്ട് അതിന് ആൻസർ ഇല്ലാത്തതുകൊണ്ടാണ് ആ കടലാസ് ചുരുട്ടി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞത്. കാര്യം സുപ്രീം കോടതി പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾ ABC നടപ്പിലാക്കിയിട്ട് വരൂ. നിങ്ങൾ എത്ര ശതമാനം ABC ഇവിടെ ചെയ്ത ശേഷം പിന്നെയും ഈ വൻതോതിൽ കടി നടക്കുന്നെങ്കിൽ അപ്പോഴല്ല ആലോചിക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വിശ്വസിക്കില്ല പറഞ്ഞാൽ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ ഫോൺ ചെയ്തു, ഒരു സ്ത്രീയാണ്, ഏത് പഞ്ചായത്ത് ഞാൻ പറയുന്നില്ല, അതിന്റെ ഇഗ്നോറൻസിന്റെ അങ്ങേയറ്റം ഞാൻ പറയുകയാണ്. അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പഞ്ചായത്തിൽ കുറെ നായ്ക്കളുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ സംഘടനയ്ക്ക് നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, അവിടെ ABC ചെയ്യുന്നുണ്ടോ മാഡം? കുറച്ചു നേരം പുള്ളിക്കാരത്തി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അവിടെ 2 അംഗൻവാടി ഉണ്ട്, അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. ഷീ ഫീൽസ് ദാറ്റ് ABC എന്ന് പറയുന്നത് എന്തോ ഒരു പദ്ധതിയാണെന്നാണ്, ചെറിയ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് ABC എന്നാണ് ആ മാഡം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത്ര മാത്രമേ ബോധമുള്ളൂ നമ്മുടെ പഞ്ചായത്ത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾക്ക്. ഇവർക്കെല്ലാം എന്തുകൊണ്ട് ഒരു അവയർനെസ് ക്യാമ്പയിനെങ്കിലും ഒരു കില പോലെയുള്ള ഏജൻസി ഉണ്ടല്ലോ, എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഞങ്ങളൊക്കെ എത്രയോ വർഷമായിട്ട് ഇതിന്റെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഒരു സദസ്സ് തന്നെ കേൾക്കുന്നില്ല ഈ പറഞ്ഞ ആൾക്കാർ? കാരണം ഞങ്ങളെല്ലാം ഇത് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാം ദിവസവും ഈ നായ്ക്കളെയും ഈ സ്ട്രേഞ്ച് ആനിമൽസിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരാണ്. സോ വി നോ വെരി വെൽ ദാറ്റ് എന്തുകൊണ്ട് അവരങ്ങനെ ബിഹേവ് ചെയ്യും, എന്താണ് ട്രിഗർ പോയിന്റ്സ്, എന്താണ് ഒരു ജീവി കടിക്കുന്നതിന്റെ ട്രിഗർ പോയിന്റ്സ് എന്താ. ആ ട്രിഗർ പോയിന്റ്സിന്റെ പ്രൈമറി സോഴ്സിനെയാണ് ABC കട്ടയിൽ ചെയ്യുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ട്രിഗർ ചെയ്യുന്നത്. ഒന്ന്, മെയ്റ്റ് ചെയ്യാനുള്ള അർജ്. ഒരു ജീവിക്ക് മെയ്റ്റ് ചെയ്യാനുള്ള താല്പര്യം വരുന്നു, ഒരു പ്രത്യേക സീസൺസിൽ വരുന്നു. അതിന്റെ ഭാഗമായിട്ട് ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കൂടുന്നു ബ്ലഡിൽ. അതിന്റെ ഭാഗമായിട്ട് എക്സ്പാൻഡഡ് ആയിട്ടുള്ള അഗ്രഷൻ കാണിക്കുന്നു. എന്ന് വെച്ചാൽ ഇണയെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇണയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്നു, വാശി പിടിക്കുന്നു, അത് കിട്ടുന്നില്ല. കിട്ടാതെ വരുമ്പോൾ ആ അഗ്രഷൻ മറ്റുള്ളവരോട് കാണിക്കുന്നു. അതൊന്ന്. 2, മെറ്റേണൽ ആയിട്ടുള്ള ഇൻസ്റ്റൻസ്. ഒരു അമ്മ പ്രസവിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളെ കരുതും. നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതുന്ന പോലെ എല്ലാ മൃഗങ്ങളും, എല്ലാ നായ്ക്കളും, എല്ലാ ജീവജാലങ്ങളും സ്വന്തം കുഞ്ഞുങ്ങളെ കരുതും. അപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഹ്യൂമൻ ബീങ്സ് ചുറ്റും വരുമ്പോൾ രണ്ടാമത്തെ കടിയുടെ ട്രിഗറാണ്. മൂന്നാമത്തേത് ടെറിട്ടോറിയൽ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ഈ ടെറിട്ടോറിയൽ ഡിഫൻസ് ആണ്. ഈ ടെറിട്ടോറിയൽ ഡിഫൻസ് എന്ന് പറയുന്ന ഈ സാമ്രാജ്യം വികസിപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ള ദുശീലമല്ല. അത് ശരിക്കും എല്ലാ ജീവജാലങ്ങൾക്കും തങ്ങളുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട്. എന്തുകൊണ്ട്? അവർക്ക് ഓഫ്സ്പ്രിങ്സ് ഉള്ളത് കൊണ്ട്. അപ്പൊ നമുക്കും അതാണല്ലോ. ഇപ്പൊ നമുക്ക് എന്തുകൊണ്ടിന് ബാങ്കിൽ കാശ് വേണം, എന്തിനു വേണ്ടി വീട് വേണം, നമ്മുടെ പിള്ളേർക്ക് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് കൊണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ പിള്ളേരെ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ വേണ്ടത്? കുറച്ച് ആഹാരം വേണം, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം, വലിയ അനായാസമായിട്ട് അങ്ങ് മരിക്കണം. ഇത്രയേ ഉള്ളൂ ABC ചെയ്ത ഒരു ജീവിക്കും. ABC ചെയ്ത ഒരു ജീവിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് മെയ്റ്റ് ചെയ്യാനുള്ള അർജ് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ഇല്ലാതിരിക്കുമ്പോൾ അഗ്രഷൻ കുറയും. കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഭാഗമായിട്ടുള്ള അഗ്രഷൻ കുറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ടെറിട്ടോറിയൽ എക്സ്പാൻഷന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ABC ആണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കൊന്നിട്ട് ഒന്നും നേടാൻ പോകുന്നില്ല. കാരണം കൊന്നിട്ട് നേടുമായിരുന്നെങ്കിൽ മൊറോക്കോയിലും ടർക്കിയിലും എല്ലാം വലിയ തോതിൽ സ്ലോട്ടർ തന്നെ നടന്നതാണ് ഈ പാവം പിടിച്ച ജീവികളെ. ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രേ ഡോഗ്സ് ഉള്ള സ്ഥലം മൊറോക്കയും ടർക്കിയുമാണ്. സോ ഒരു സൊല്യൂഷൻ ഇങ്ങനല്ല കണ്ടുപിടിക്കേണ്ടത്. ഒരു ജീവിയുടെ വംശനാശം വരുത്തുക എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ കമ്പാനിയൻ ആനിമൽ ആയിട്ടുള്ള ഒരു ഡോഗിന്റെ, ഒരു ഡോഗിനെ വളർത്തിയിരിക്കുന്ന ഏതൊരാൾക്കും അറിയാം ഡോഗ് എന്താണെന്നുള്ളത്. ഇറ്റ്സ് വൺ ഓഫ് യുവർ ബെസ്റ്റ് കമ്പാനിയൻസ്. നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നും അല്ല നിങ്ങളുടെ ബെസ്റ്റ് കമ്പാനിയൻസ്. എനിവൺ ഹൂ ഹാസ് എ ഡോഗ് നോസ് എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഡോഗ്. അതേ ഡോഗാണ് ഈ റോഡിൽ കിടക്കുന്നത്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പ്രത്യേക ഡോഗൊന്നുമല്ല, ആ വഴി കിടക്കുന്നതല്ല, അതേ ഡോഗാണ്. അപ്പൊ ഇതിനെയൊക്കെ കൊന്നു തീർത്തിട്ട് നമ്മൾ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കരുത്. കൊന്നു വിചാരിക്കുക. 3 ലക്ഷം ഡോഗ്സ് ആണ് ഇവിടെ ഉള്ളത്. കേരളത്തിലെ മുഴുവൻ ഡോഗ്സിനെയും നമുക്ക് കൊന്നു കളയാം. അതോടുകൂടി കാര്യം കഴിയുമോ? അതോടുകൂടി നമ്മൾ വിജയിച്ചോ? നമ്മൾ സ്വർഗസമാനമായിട്ട് നമ്മൾ ജീവിക്കുമോ? ഇല്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഗോവയിൽ നിന്നൊക്കെ അടുത്ത സെറ്റ് വരും. കാര്യം എവിടെ ഒരു സ്പേസ് വരുന്നോ അവിടെ വന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. നമ്മൾ ഒരു വംശത്തെ മുഴുവൻ നശിപ്പിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ പ്രകൃതിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വിൽ നെവർ വിൻ.
ഓക്കെ. നമ്മുടെ മുമ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നേരം നമ്മൾ ആദ്യം ആലോചിക്കുന്ന അതിൻ്റെ റൂട്ട്സ് എവിടെയാണ്, അതിൻ്റെ വേരുകൾ എവിടെയാണ്, അത് എവിടെയാണ് ആ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. നമ്മളിപ്പം ഈ തെരുവ് നായ്ക്കളുടെ വിഷയം നോക്കുകയാണെങ്കിൽ ഈ തെരുവ് നായ്ക്കളെല്ലാം തെരുവിൽ ജനിച്ചതാണോ? അല്ല. തെരുവ് നായ്ക്കൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ തെരുവിൽ ജനിക്കുന്നത്. നമ്മൾ പണ്ട് മുതലേ, അതായത് ഒരു 2010 കൂടുതലായിട്ടും കൂടുതൽ സമയവും നമ്മൾ കില്ലിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഗവൺമെൻറ് ആയിട്ട് കില്ലിംഗ് ചെയ്യുന്നത് കുറേ നേരത്തെ നിർത്തിയെങ്കിലും റാൻഡം കില്ലിംഗ് ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവിടങ്ങളിലൊന്നും ഈ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം നേരത്തെ പറഞ്ഞു തന്നെയാണ്, വേറെ സ്ഥലങ്ങളിൽ നിന്നും ഡോഗ്സ് ഇങ്ങോട്ട് വരും. അത് മാത്രമല്ല, എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നമ്മുടെ റോഡിൽ കാണുന്ന നായ്ക്കളുടെ ഒരു 50% താഴെ റോഡിൽ ജനിക്കുന്നുള്ളൂ. ബാക്കി മുഴുവനും നമ്മുടെ മാന്യരായിട്ടുള്ള ആൾക്കാർ വളർത്തിയ ശേഷം റോഡിലേക്ക് എറിഞ്ഞു കളയുന്ന ഡോഗ്സാണ്. അതുമാത്രമല്ല, ഇവിടെ നല്ല തോതിൽ ബ്രീഡിങ് നടക്കുന്നുണ്ട്. അതായത് ബ്രീഡിങ് ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പം നമ്മളുടെ നായ്ക്കളെ നമ്മളുടെ ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യരായിട്ടുള്ള, നമ്മൾ അധികം അസുഖങ്ങളൊന്നും വരാത്ത നമ്മളുടെ ബ്രീഡ്സിനെ നമുക്ക് വേണ്ട. അതിന് പകരം ഇവിടുന്നും നമ്മുടെ ക്ലൈമറ്റിനെ പിടിക്കാത്ത ഹസ്കി അതുപോലെയുള്ള നായ്ക്കളെ ധാരാളമായിട്ട് ഒരു കൺട്രോളും കൂടാതെ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് മുഴുവനും തീരെയും മനുഷ്യർക്ക് വളർത്താൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ കയ്യിൽ അത് എത്തിച്ചേരുകയും അതിനെ കുറേ നാൾ വളർത്തിയ ശേഷം അവർ തെരുവിലേക്ക് എറിയുകയും ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ കേരളത്തിലുള്ള ഏത് ഷെൽറ്റേഴ്സിൽ നോക്കിയാലും ഇതുപോലെയായിട്ടുള്ള എക്സ്പെൻസീവ് ബ്രീഡ് ഡോഗ്സ് ഇഷ്ടം പോലെ കാണും. കാരണം എന്ന് വെച്ചാൽ ഇത് റോഡിൽ പതിക്കുമ്പോൾ നമ്മളെയാണ് ആൾക്കാർ വിളിച്ച് പറയുന്നത്, നമ്മുടെ ഹെൽപ്പ് ലൈൻസിലാണ് ആൾക്കാർ വിളിച്ച് പറയുന്നത് ഇതുപോലെ ഒരു നായ അവിടെ റോഡിലുണ്ട്. അപ്പം നമുക്കിങ്ങനെ ബ്രീഡ് ഡോഗ്സ് ആണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ആരോ വളർത്തിയിട്ട് റോഡിൽ കളഞ്ഞാണ്. സാധാരണ നായ്ക്കളെ വളർത്തിയിട്ട് റോഡിൽ എറിയുമ്പോൾ അതിൻ്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് മാത്രമേ നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റൂ ആരോ വളർത്തിയതാണ്. അല്ലെങ്കിൽ കഴുത്തിലൊരു ബെൽറ്റ് കാണും. അങ്ങനെ ഒരുപാട് നായ്ക്കൾ റോഡിലേക്ക് തള്ളപ്പെടുന്നുണ്ട്. പിന്നെ പല മനുഷ്യരും വീട്ടിലുള്ള നായ്ക്കളെ തന്നെ റോഡിലേക്ക് തുറന്നു വിടുകയും അവരെ ഇഷ്ടംപോലെ ഓടാൻ അനുവദിക്കുകയും. നമ്മളുടെ ഒരു പെറ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഒരു നായ്ക്കൾക്കും വാക്സിനേഷൻ എടുക്കാറില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്രയൊക്കെ പറയുന്നു, അവർക്കൊരു ഡോർ ടു ഡോർ വാക്സിനേഷൻ എങ്കിലും നടത്താൻ ഇതുവരെയും ആയിട്ടില്ല. ഡോർ ടു ഡോർ വാക്സിനേഷൻ കൊണ്ട് മാത്രമേ നമ്മുടെ ആൾക്കാർ, ഒരു 3/4 ആൾക്കാരും, ഈവൻ നല്ല ഡോഗ്സിനെ വളർത്തുന്നവർ പോലും സ്വയമേവ വന്ന് അവരവരുടെ ഡോഗ്സിനെ വാക്സിനേറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഈ കോവിഡ് സമയത്തുള്ള ബൈറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കോവിഡ് പീരീഡിൽ ആളുകൾ റോഡിലുണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു ആളുകൾ റോഡിലുണ്ടായിരുന്നു. ആ സമയത്തുള്ള നമ്പർ ഓഫ് ബൈറ്റ്സും അതിന് മുമ്പും അതിന് ശേഷമുള്ള ബൈറ്റ്സും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ബൈറ്റ് കേസസ് എന്ന് പറഞ്ഞ് വരുന്ന എല്ലാം ഡോഗ് ബൈറ്റ്സ് അല്ല, തെരുവുനായ കടി അല്ല. ആക്ച്വലി അതിനകത്ത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിനുള്ളിൽ നമ്മൾ ഈ തെരുവുനായ കടി എന്ന് പറയുന്നതിനകത്ത് പൂച്ച കടിച്ചതുണ്ട്, വേറെ പല മൃഗങ്ങളും കടിച്ചതുണ്ട്. അതുകൂടാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ നമ്മൾ വാക്സിനേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ കടി കൊള്ളുമ്പോൾ നമ്മൾ വാക്സിനേഷൻ എടുക്കാനായിട്ട് പോകും എന്തായാലും. അപ്പോൾ ഈ എവിടെ ആൻറ്റിറേബീസ് വാക്സിൻ ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം ഈ തെരുവുനായയുടെ പുറത്ത് വെച്ച് കിട്ടുകയാണ് നമ്മൾ. ആക്ച്വലി തെരുവുനായ അല്ല കൾപ്രിറ്റ്, നമ്മുടെ ഡൊമസ്റ്റിക് അൺവാക്സിനേറ്റഡ് ഡോഗ്സ് വളരെ വലിയ ശതമാനത്തിൽ ഇതിന് ഉള്ള ഒരു കോസാണ്. അതുമാത്രമല്ല, നമ്മളുടെ ഗവൺമെൻറ്റിന് ഈ ഒരു ABC എന്ന് പറഞ്ഞ ഒരു സംഗതി ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്നത് ഇതിനായിട്ട് വലിയ വലിയ പ്രോജക്ട്സ് ആവശ്യമാണ്, വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണെന്നുള്ള ഒരു ചിന്ത കാരണമാണ്. ആക്ച്വലി ABC ചെയ്യാനായിട്ട് ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളുടെ ഇവിടെയുള്ള ഗവൺമെൻറ് പോളിക്ലിനിക്സ് അല്ലെങ്കിൽ വെറ്ററിനറി ഹോസ്പിറ്റൽസിൻ്റെ കൂടെ ഒരു 10 കെനലും ഒരു ചെറിയ നല്ല ഒരു സർജറി തിയേറ്ററും ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമും ഉണ്ടെങ്കിൽ ABC ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ പിടിച്ചോണ്ട് വരുന്ന വണ്ടികളൊക്കെ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ട്രിവാൻഡ്രം കോർപ്പറേഷനിലാണെങ്കിലും നമ്മൾ ABC HSI ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു നേരത്തെ ഉണ്ടായിരുന്ന വാൻ അത് മോഡിഫൈ ചെയ്താണ് എടുത്തത്. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് വേണം എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ
എങ്ങനെയെങ്കിലും ഈ നിയമം മാറും, അപ്പോൾ ഇതൊന്നും ചെയ്യണ്ടല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് തോന്നുന്നു ഈ ഗവൺമെൻറ് എടുക്കുന്നത്. അത് അത്ര ശരിയായിട്ടുള്ള ആറ്റിറ്റ്യൂഡല്ല. കാരണം നമ്മൾ, അതായത് ഈ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻസ് ഇതിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ അല്ല നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇപ്പോൾ PFA ആണെങ്കിലും വെൽഫെയർ ആണെങ്കിലും പോസ് ആണെങ്കിലും നമ്മളുടെ അഡോപ്ഷൻ ഡ്രൈവ്സ് ഉണ്ട്. ഈ റോഡിൽ കളയുന്ന പട്ടിക്കുഞ്ഞുങ്ങളെല്ലാം നമ്മളുടെ അടുത്താണ് മിക്കവാറും വരുന്നത്. നമുക്ക് ദിവസം ഒരു 15 to 20 കോൾസ് വരും. അതിൽ നമ്മൾ ഈ നമ്മുടെ സാധാരണ നായ്ക്കളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മാക്സിമം അഡോപ്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ അഡോപ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞങ്ങളിതിന് പ്രോപ്പറായിട്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ റേബീസ് ഐസൊലേഷൻ ഫെസിലിറ്റി പോലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബിഹേവിയറൽ ചേഞ്ചസ് കാണുന്ന നായ്ക്കളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ട് അതിന് പേവിഷബാധ ഉണ്ടോ എന്ന് നോക്കി അവ മരിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് റേബീസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന് ആർക്കെങ്കിലും കടിയേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നത്. ഇതുപോലെയുള്ള ജോലികളെല്ലാം ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഗവൺമെൻറ്റിന് അതുപോലെ ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഉള്ള ഒരു വിൽ പവർ ഇല്ല. വിൽ പവറിൻ്റെ ഒരു കുറവ് തന്നെയാണ് ഇത്. വിൽ പവർ ഇല്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഓർഗനൈസേഷൻസിനെ ഒന്നും അവർ ഒരു വിധത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. 1 രൂപയുടെ ആൻറ്റി റേബീസ് വാക്സിൻ പോലും ഇതുവരെ ഓരോ ഓർഗനൈസേഷനും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്താൽ വളരെ ക്ലിയർ ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ഒരു വിൽ പവറിൻ്റെ ആബ്സെൻസ് ആണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ നേരത്തെ ഈ ഡോഗ് ബൈറ്റ്സിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ, ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ എല്ലാ ബൈറ്റ്സും സ്ട്രേ ഡോഗിൻ്റെ ഹെഡിലാണ് ഇപ്പോൾ എഴുതി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് കാറ്റഗറീസ് അതിന് സെപ്പറേഷൻസ് വേണം. ഇവിടെ നീർനായ കടിച്ചിട്ട് പോലും അത് സ്ട്രേ ഡോഗിൻ്റെ ഒരു ഹെഡിങ്ങിലാണ് അവർ ഇട്ട് വെക്കുന്നത്. അപ്പോൾ അത് ശരിക്കും അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് ഇതിനുള്ള പരിഹാരം കാണണം എന്നുണ്ടെങ്കിൽ എത്രയാണ് ശരിക്കും സ്ട്രേ ഡോഗിൻ്റെ ബൈറ്റ്സ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ വേണം. അതിൽ പെറ്റ് ഡോഗ്സ്, മങ്കീസ്, ക്യാറ്റ്സ്, ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഡോഗ് ബ്രീഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് 2017 ഇറക്കിയൊരു റൂളുണ്ട്. അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം അത് ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അത് 2017 ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഇൻസെസെൻറ്റ് ബ്രീഡിങ്, അതായത് ബാക്ക് യാർഡ് ബ്രീഡിങ് എന്ന് പറയും. അപ്പോൾ എല്ലാവരുടെയും, ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു ലാബുണ്ട്, അപ്പുറത്തെ ആളുടെ വീട്ടിലൊരു ലാബുണ്ട്, അത് രണ്ടും തമ്മിൽ ക്രോസ് ചെയ്തു പപ്പീസിനെ ഒരു 2 months മുന്നേ 1 month ഓഫ് ഏജിലൊക്കെ അത് വിൽക്കുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ സ്റ്റേജിൽ അറിയില്ല. ആ ഡോഗ് ഒന്ന് വളർന്ന ഒരു 6-7 months അല്ലെങ്കിൽ 1 year ആകുമ്പോഴായിരിക്കും സ്കിൻ ഇഷ്യൂസ്, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ കാണുന്നത്. അങ്ങനത്തെ കേസസിനെ പിന്നെ റോഡിലേക്ക് വലിച്ചെറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് സ്ട്രേ ഡോഗ് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. കാരണം ഇത്രയും ഡോഗ്സ്, ഇപ്പോൾ ഞങ്ങളുടെ സംഘടന തന്നെ ഒരു 5 yearsൻ്റെ ഉള്ളിൽ റെക്കോർഡ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 450 അബാൻഡൻഡ് ബ്രീഡ് ഡോഗ്സ് ആണ് റോഡിൽ. അതായത് ഞങ്ങൾ എടുത്തിട്ടുള്ളത് മാത്രം, ഞങ്ങൾ എടുക്കാത്ത ഒരുപാട് കേസസ്, നമ്മുടെ ഷെൽട്ടറിൽ സ്പേസ് ഇല്ലാത്ത കാരണം എടുക്കാൻ പറ്റാത്ത ഒരുപാട് കേസസ് വേറെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ മാത്രം റെസ്ക്യൂ ചെയ്തിട്ടുള്ളതാണ് ഈ 450 ഡോഗ്സ്. അബാൻഡൻഡ് ബ്രീഡ് ഡോഗ്സ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡോഗ് ബൈറ്റ് ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് മാത്രം ഗവൺമെൻറ് ചാടി കയറി ഡോഗ്സിനെ കൊല്ലണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മന്ത്രിമാർ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളൊരു തെറ്റായ ധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ അത് ടാക്കിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ABC ഡോഗ് റൂൾസ് ഒക്കെ ഫോം ചെയ്യുന്നതിന് മുന്നേ 1960 മുതൽക്ക് ചെന്നൈയിലൊക്കെ ഒരുപാട് ഇങ്ങനെ ഗ്യാസ് വെച്ചിട്ടും അങ്ങനെ പല രീതിയിൽ അവർ സ്ട്രേ ഡോഗ്സിനെ കൊന്ന് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ഈ ABC ഡോഗ് റൂൾസിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ ഇത് പല സ്ഥലത്തും ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ബേസിസിൽ വേണം ഈ പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ. അല്ലാണ്ട് ഹ്യൂമൻ ലൈഫ്സ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. ഹ്യൂമൻ ലൈഫ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ സയൻറ്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് വേണം ഈ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാനായിട്ട്. സോറി ഇന്ന് എൻ്റെ തൊണ്ട തീരെ വയ്യ. എന്നാൽ പോലും തേടുനായ്ക്ക് വേണ്ടി 2 വാക്ക് പറയാതെ പോയാൽ വലിയ കഷ്ടമായി പോകും. അതായത് ഞങ്ങളെല്ലാവരും ആനിമൽ സപ്പോർട്ടേഴ്സ്
ആണ്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കമ്പാഷൻ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്നാലൊട്ടും എല്ലാവരും സേഫായിട്ട് തന്നെ പോകണം. പക്ഷേ ഒരു ദയനീയമായ അവസ്ഥ എന്തെന്ന് വെച്ചാൽ കേരള സർക്കാർ എന്തായാലും ആനിമൽ വെൽഫെയറിന് വേണ്ടി, എസ്പെഷ്യലി സ്ട്രീറ്റ് ഡോഗിന് വേണ്ടി കാശ് മുടക്കാൻ അവർക്ക് മടിയാണ്. എന്ന് വെച്ചാൽ ഫണ്ട്സ് കുറവാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വെച്ചു. സോ സ്റ്റെറിലൈസേഷൻ അതിൻ്റെതായ രീതിക്ക് നീങ്ങുന്നേയില്ല. സ്റ്റെറിലൈസേഷൻ മാത്രമല്ല, അബാൻഡനിങ്. ആൾക്കാരിപ്പം ഒരാൾക്ക് വീട്ടിൽ ഒരു സാധാ ഇന്ത്യൻ ബ്രീഡ് ഡോഗ് ഉണ്ടെങ്കിൽ പോലും അത് എങ്ങാനും പ്രസവിച്ചാൽ അവരെന്താ ചെയ്യേണ്ടത്? അയ്യോ, ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയെങ്കിലുമൊക്കെ വന്ധീകരണം ചെയ്യണം. പക്ഷെ അത് എല്ലാ ഡൊമസ്റ്റിക് ഡോഗ് ഓണേഴ്സ് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ എന്താ വേണ്ടിയത്? ആ പപ്പീസിനെ എങ്ങനെയെങ്കിലും അഡോപ്ഷന് കൊടുക്കുമോ, അല്ലെങ്കിൽ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻസിനെ വിളിച്ച് ചോദിക്കുമോ എന്താ വേണ്ടിയ, വീട്ടിലിങ്ങനെ കുറച്ച് പപ്പീസ് ആയിപ്പോയി, എന്താ വേണ്ടിയ? അതും ആരും ചോദിക്കുന്നത്, നേരെ കൊണ്ട് സ്ട്രീറ്റിൽ കൊണ്ടങ്ങ് ഡംപിങ്. ഡംപിങ് നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. ആർക്കും മെനക്കെടാൻ വയ്യ. ഞാനിപ്പം ഡോഗ് ഓണേഴ്സിനെ പറ്റി പറയാണ്. ആർക്കും മെനക്കെടാൻ വയ്യ. കുറച്ച് പേരൊക്കെ ഞങ്ങളെ വിളിച്ച്, ഞങ്ങൾക്കൊരു പപ്പിയുണ്ട്, എന്താ വേണ്ടി? അപ്പം ഞങ്ങൾ എല്ലാ ശനിയും ഞായറും ശംഖുമുഖത്ത് ഒരു അഡോപ്ഷൻ പ്രോഗ്രാം ഇപ്പം 3 വർഷം കൊണ്ട് 3.5 വർഷം, ഓൾമോസ്റ്റ് 4 വർഷം ആകാൻ പോകുന്നു. എവറി സാറ്റർഡേ ആൻഡ് സൺഡേ മഴ ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ട്. വൈകുന്നേരം 4:30 മണി തൊട്ട് 9 മണി വരെ ഞങ്ങൾ ശംഖുമുഖത്ത് ആ പെയ്ഡ് പാർക്കിങ്ങിൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ ഞങ്ങൾ തന്നെ ടേബിൾസും ചെയർസൊക്കെ സെറ്റ് ചെയ്ത് കേജസൊക്കെ വെച്ച് ആൾക്കാർ വീട്ടിൽ ഇതേപോലെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ആരെങ്കിലും ചാക്കിൽ കെട്ടിക്കാൾ. പിന്നെ ഈ കളയുന്നത് വലിയൊരു സങ്കടം പിടിച്ചൊരു കാര്യമാണ്. കണ്ണ് തുറക്കുന്നതിന് മുൻപേ ജസ്റ്റ് കണ്ണ് തുറന്നതൊക്കെ ആയിട്ട് കൊണ്ടങ്ങ് ചാക്കിൽ കെട്ടി പ്ലാസ്റ്റിക് കവറിൽ കെട്ടിക്കളയും. ഇതെല്ലാം ചിലവർ നല്ല മനസ്സുള്ളവർ അതിനൊന്ന് നോക്കി ഒരു പരുവാക്കി ശംഖുമുഖത്ത് കൊണ്ടുവരും. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു ഈ പറഞ്ഞ 3.5 വർഷം കൊണ്ട് ക്ലോസ് ടു 500 പപ്പീസ് ആൻഡ് 386 കിറ്റൻസിന് നമുക്കിപ്പം ആൾക്കാരുടെ കയ്യിലേൽപ്പിച്ചു. ഫോമൊക്കെ ഫില്ല് ചെയ്ത് ചോദിക്കാനുള്ള ചോദ്യമൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത്രയും PFA കാരണം സ്ട്രീറ്റിൽ നിന്ന് മാറിക്കിട്ടി. അല്ലെങ്കിൽ ഇതെല്ലാം പാവങ്ങൾ സ്ട്രീറ്റിൽ കിടന്ന് 100ഓളം പപ്പീസ് ഉണ്ടായി ഇരിക്കാനുള്ളതാണ്. സോ ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോബ്ലം സോൾവ്. പിന്നെ ഒരു തെരുവ് നായയുടെ അടിസ്ഥാന പ്രശ്നം വിശപ്പാണ്, പച്ച വിശപ്പാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് കമ്മ്യൂണിറ്റി ഫീഡിങ് ഇല്ല. അഥവാ കുറച്ച് ഫീഡേഴ്സ് ഉണ്ടെങ്കിൽ അവർ പേടിച്ചും വിറച്ചാണ് അവർ ഫീഡിങ് ചെയ്യുന്നത്. ഒത്തിരി പേടിച്ചിട്ടാണ്. കാരണം ആൾക്കാർ അവരെ വിരട്ടി ഓടിക്കും. ഒത്തിരിയും ഞങ്ങൾ വഴക്കും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ പോയിട്ടുണ്ട്. തെരുവ് നായ ഫീഡിങ് ചെയ്താൽ അവരെ ഫീഡിങ് ചെയ്യുന്ന ആൾക്കാരോട് അവർ വാമപ്പ് ചെയ്യും. പിന്നെ അവരെ വന്ധീകരണം വാക്സിനേഷൻ പിടിക്കാൻ വേണ്ടി സർക്കാരിന് തന്നെ ഇവരെ ഫീഡേഴ്സിനെ യൂസ് ചെയ്യാം ടു ക്യാച്ച് ദം ഫോർ സ്റ്റെറിലൈസേഷൻ ആൻഡ് വാക്സിനേഷൻ. അടിസ്ഥാന പ്രശ്നം അവർക്ക് വിശപ്പാണ്. പിന്നെ സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ അത് എല്ലാവരും മനസ്സിലാക്കണം. വിശപ്പ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അവർ നായെന്നും പറയും, നമ്മളവരെ ചവിട്ടി ഓടിച്ച് അടിച്ച് പാരക്കമ്പി വെച്ച് അടിച്ചും തല്ലി. അപ്പോൾ മനുഷ്യനെ കാണുമ്പോൾ അവർക്ക് പേടിയാണ്. പിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, പിള്ളേർക്ക് ഈ ആക്രമം ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു അതൊരു ഹങ്കറിൻ്റെ ഒരു പാങ്സ് ആണ്. കാരണം പിള്ളേരുടെ പുറത്ത് എപ്പോഴും ഫുഡിൻ്റെ മണം കാണാം. വല്ല ബിസ്ക്കറ്റോ പഫ്സോ ബണ്ണോ എന്തെങ്കിലും കഴിച്ചിട്ടുള്ള മണം കാണാം. അപ്പം ഇവരൊക്കെ ഏകദേശം സെയിം ഹൈറ്റ് അല്ലേ. അപ്പം വിശപ്പ് കാരണമാണ് മിക്ക ഈ ബൈറ്റ്സ് ഉണ്ടാവുന്നത്. സോ നമ്മൾ ആദ്യം ഫീഡിങ് ചെയ്ത് അതൊരു കൾച്ചറാക്കി മാറ്റണം. ചെന്നൈയിലൊക്കെ അതൊരു കൾച്ചറാണ്, ബോംബെയിലൊക്കെ അവർ ഫീഡ് ചെയ്യുമ്പോൾ അവരെല്ലാത്തിനും വാക്സിനേഷൻ സ്റ്റെറിലൈസേഷൻ എളുപ്പമാവും. അവർ ഉള്ളതും കഴിച്ച് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കും.